20-ാം തീയതി നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സംയുക്ത പ്രതിപക്ഷ സംഘടനാ ട്രേഡ് യൂണിയൻ നേതാക്കൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 11 വർഷത്തെ നരേന്ദ്രമോദി ഭരണം മൂലം രാജ്യത്തെ 64 കോടിയോളം തൊഴിലാളികളുടെ ജീവിതം നരകതുല്യമാണ്. അനിയന്ത്രിതമായ ആഗോളവൽക്കരണത്തിന്റെയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെയും സൂക്ഷ്മ സാമ്പത്തിക കൊള്ളയടിയുടെയും പേരിൽ സമസ്ത മേഖലകളിലെയും തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരായിരിക്കുന്നുവെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ പോലെ തന്നെയാണ് സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരും ചെയ്തു പോരുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. നമ്മുടെ രാജ്യത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഉൾപ്പെടെയുള്ള 16ഓളം വരുന്ന ക്ഷേമനിധി ബോർഡുകളുണ്ട്. ആ ബോർഡുകളെല്ലാം ഇന്ന് വളരെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തകർച്ചയിലേക്ക് പോകുന്നത് സർക്കാരിൻ്റെ ഈ ക്ഷേമനിധി ബോർഡിൻ്റെ ഫണ്ട് വകമാറ്റി ചെലവാക്കി എന്നതുകൊണ്ടാണ്. ഇപ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു തൊഴിലാളിക്ക് അവരുടെ സായാഹ്നസന്ധ്യയിൽ അവർക്ക് മരുന്ന് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു സംരക്ഷണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഈ ക്ഷേമനിധി ബോർഡ് നടത്തലുള്ള കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ വേണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരുന്ന 16-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ കണ്ണൂരിലെ ജവർ ഓഡിറ്റോറിയത്തിൽ 1000 പേരെ പങ്കെടുപ്പിച്ചുള്ള വലിയ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട INTUC-യുടെ സംസ്ഥാന നേതാവ് കെ സുധാകരൻ MP ആണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. പണിമുടക്കിന്റെ മുന്നോടിയായി 16-ന് വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടത്തുന്ന ജില്ലാ കൺവെൻഷൻ കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. സംയുക്ത സമരസമിതിയിൽ നിന്നും CITU-വിനെ ഒഴിവാക്കി INTUC, STU, UTUC, HMS, KTU, KTUC എന്നീ ട്രേഡ് യൂണിയനുകൾ ചേർന്ന് UDFT എന്ന പേരിലുള്ള സംഘടനയാണ് പണിമുടക്ക് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള വാർത്താസമ്മേളനം നടത്തിയത്. വാർത്താസമ്മേളനത്തിൽ MA കരീം, ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, VN അഷറഫ്, PP രൂപേഷ് എന്നിവർ പങ്കെടുത്തു. പണിമുടക്ക് ദിവസം അതാത് മണ്ഡലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.